ഇവിടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കെട്ടും. ഇതേപോലെ മനസ്സിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ വീൽ പുട്ട് ഓൺ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനകത്തുള്ള വിഷമം കളയണം. സോ ഹൂംസോ വോൺസ് ടു റെഡ്യൂസ് വെയിറ്റ്, ആദ്യം മനസ്സിലെ വിഷമം കളയണം. അത് ആലോചിച്ച് വിഷമിക്കും തോറും ഇനിയും വണ്ണം വെക്കത്തേ ഉള്ളൂ. ആഹാരം നമ്മൾ 3 നേരം നമ്മൾ കഴിക്കുന്ന ആഹാരം 5 നേരമായിട്ട് നമ്മൾ അതേ എമൗണ്ട് ഓഫ് ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയും. കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും നോൺ വെജ് എന്നുള്ളത് മാറ്റിയിട്ട് ആഴ്ചയിലൊരു നോൺ വെജ് എന്നാക്കി കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡൈജഷൻ വന്നിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയും. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വെള്ളം ഷുവറായിട്ട് നമ്മൾ കുടിച്ചിരിക്കണം. ഹൈഡ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ തരം പ്രശ്നങ്ങളും നമുക്ക് വരും. സോ മനസ്സ് ക്ലിയർ ആയിട്ട് വെക്കുക. ഫുഡിൽ ഡയറ്ററി കൺട്രോള്, ആഹാരം കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, കഴിക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് 5 അല്ലെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട്സ് ആയിട്ട് കഴിക്കണം. 100 ഗ്രാം വെജിറ്റബിൾസ് ഡൈജസ്റ്റ് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് 4 മണിക്കൂറിലൊരിക്കൽ നമ്മൾ ആഹാരം കഴിക്കുന്നത്. 100 ഗ്രാം നോൺ വെജ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ 72 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് സ്വെറ്റും ബ്രെത്തും ഒക്കെ സ്മെല്ല് വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നോർമലായിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാൾ മെലിഞ്ഞ് കറക്റ്റ് എമൗണ്ട് ഓഫ് എത്ര ആവശ്യമുണ്ടോ അത്രയും വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇത്രയും പറയുന്നത് നിനക്ക് വയറല്ലേടാ കിളവ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ, എൻ്റെ പേര് കിളവനല്ല, ക്രിസ് ആണ്. മുതുക്കനല്ല, മുത്തശ്ശനല്ല. മുത്തശ്ശൻ എൻ്റെ ക്യാരക്ടറുടെ പേരാണ്. ഈ വയറ് എന്ന് പറഞ്ഞാൽ എൻ്റെ L3 ഒരു ഷിയറിൽ പൊട്ടിയത്, ബൈക്ക് ആക്സിഡൻറ്റിൽ പൊട്ടിയത്. അതിനുശേഷം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാതെ ടോൺ പോയതാണ്. ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെയും ആ ബോണിന് പ്രശ്നം വരും. ഇത് മെഡിക്കലി ഏതൊരു ഡോക്ടറിനും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം കമന്റ് അടിക്കാനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും റീസൺ വേണം. പറഞ്ഞിട്ട് പോലെ ഐ കെയർ ടു